കേരളത്തിൽ ഏറ്റവും അധികം വരുമാനം ഉണ്ടാക്കി തരുന്ന രണ്ട് ഘടകങ്ങളിൽ ഒന്നാണ് മദ്യം. ആ കാര്യത്തിൽ തർക്കമില്ല. മദ്യത്തിൻ്റെ വിൽപ്പന ഓരോ തവണയും അത് റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് പുതിയ റെക്കോർഡ് ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അധികാരത്തിൽ ഏത് മുന്നണി ഇരിക്കുമ്പോഴും അവരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. ഘട്ടം ഘട്ടമായി കേരളത്തിലെ മദ്യ ഉപഭോഗം കുറച്ചു കൊണ്ടുവരികയാണ് മദ്യനയത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന്. പക്ഷേ എന്നാൽ മദ്യം യഥേഷ്ടം ഇവിടേക്ക് എത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളും പരമാവധി സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ഇവരാരും പിന്നാക്കമല്ല. അതിൻ്റെ ഒരു തുടർച്ചയായി വേണ്ടേ നമുക്ക് ഈ തീരുമാനത്തെയും കാണാൻ. രണ്ട് PM ശ്രീ പോലെയുള്ള പദ്ധതികൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ എതിർക്കുകയും ഭരണപക്ഷത്ത് വന്നപ്പോൾ സർക്കാരുകൾ തുടർച്ചയല്ലേ, തെരുവിൽ പറഞ്ഞത് അധികാരത്തിലിരിക്കുമ്പോൾ പറയാൻ കഴിയുമോ എന്ന് മന്ത്രിമാർ ചോദിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോഴും പറയുന്നു ഇതും സർക്കാരുകൾ തുടർച്ചയല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നികുതി ഈ ഘടനയിൽ ഇങ്ങനെയൊരു മാറ്റം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, ശ്രീ CR നീലകണ്ഠൻ, സർക്കാരുകൾ ഏറ്റവും സജീവമായി തന്നെ ഈ മദ്യവിരുദ്ധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നു. ഇപ്പോൾ വിമുക്തിയെ പറ്റിയൊക്കെ ശ്രീ PK ഗോപൻ പറഞ്ഞു, വിമുക്തി മിഷനെ പറ്റിയൊക്കെ. എങ്ങനെയാണ് സർക്കാരിന് ഒരു ഭാഗത്ത് മദ്യം യഥേഷ്ടം വരാനുള്ള സാധ്യതകൾ ഒരുക്കുകയും അതിനുവേണ്ടിയുള്ള കവാടങ്ങൾ തുറന്നിടുകയും മറുഭാഗത്ത് ഈ മദ്യം ഉപയോഗിക്കരുത് എന്ന് ക്യാമ്പയിൻ ചെയ്യാനും കഴിയും? എത്ര ആർജവത്തോടെ അത്, എത്ര ആത്മാർത്ഥതയോടെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന സംശയവും നിലനിൽക്കുന്നു. അതിനോടൊപ്പമാണ് ഇതിന് പിന്നിൽ ഉയർന്നിരിക്കുന്ന അഴിമതി ആരോപണം. ഇതിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ ശ്രീ CR നീലകണ്ഠൻ താങ്കൾ യോജിക്കും? ഒറ്റ കാര്യം ഞാൻ പ്രേക്ഷകരുടെ ഇതിനിടയിൽ പറയട്ടെ, ഒരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് എന്ന നിലയിൽ മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ്. ശ്രീ CR നീലകണ്ഠൻ. ഗോപീഷ്ണൻ പറഞ്ഞ ഒരു കാര്യത്തോട് 100% യോജിക്കുന്നു. മദ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു മത്സരം സർക്കാരുകൾ തമ്മിലുണ്ട് എന്ന് ഇപ്പോൾ നമുക്ക് ബോധ്യമായി. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, ഇപ്പോൾ ഗോപൻ പറഞ്ഞ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിനെ ഞാൻ ചലഞ്ച് ചെയ്യുന്നുണ്ട്, അത് നിൽക്കാം, അത് വരാം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇവരിപ്പോൾ UDF ഇപ്പോഴും പറയുന്നത് 30 മദ്യഷാപ്പിൽ 30 ബാറുകളിൽ നിന്ന് 800-ൽ പരം ബാറുകളിലേക്ക് മാറി. വലിയ അഴിമതി അതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ടെന്ന് സാമാന്യ തലയ്ക്ക് വെളിവുള്ള ആർക്കും മനസ്സിലാവും. കാരണം ഓരോ ബാർ അനുവദിക്കാൻ എത്ര രൂപ വാങ്ങിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാം. അതൊക്കെ നമ്മൾ കേട്ടിട്ടുമുണ്ട്. മാത്രമല്ല, ഗോപൻ പറഞ്ഞ കണക്കിലൂടെ എനിക്കുള്ള വിയോജിപ്പ്, ഈ ബാർ കൂടുന്നതോടുകൂടി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ മദ്യവിൽപ്പന കുറയും. കാരണം ബാറിൽ വിൽക്കുന്നത്, ഞാൻ നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞാൽ അത് പഠിച്ചിട്ടുള്ള ഒരാളാണ്. ബാറിൽ വിൽക്കുന്നത് വലിയ തോതിൽ വ്യാജമദ്യം എന്ന് പറഞ്ഞാൽ സിവിൽ സപ്ലൈസ് അല്ലാത്ത മദ്യങ്ങളാണ്. അത് ഇവിടുത്തെ ഏത് എക്സൈസ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചാലും അറിയാം. അതുകൊണ്ട് സിവിൽ സപ്ലൈസ് വിൽക്കുന്ന കണക്കും ബാറില്ലാതെ, ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 30 ബാറുള്ള കാലത്ത് നിങ്ങൾ വിറ്റിരുന്ന മദ്യവും 850 ബാർ വരുമ്പോൾ ആ ബാറിൽ വിൽക്കുന്ന അനധികൃത മദ്യവും അല്ലെങ്കിൽ സിവിൽ സപ്ലൈസ് അല്ലാത്ത മദ്യവും ചേർത്താൽ ഒരു സംശയവും വേണ്ട, ഈ കണക്കിൽ ഒന്നുമില്ല. കേരളത്തിൽ മദ്യ ഉപഭോഗം നിരന്തരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വിമുക്തിക്ക് വേണ്ടി ഞാനും നിന്നിട്ടുണ്ട്, പക്ഷേ വിമുക്തി ഒന്നുമില്ല. അത് ഇപ്പോഴും കൂടുകയാണ്. ഇപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഭരണം തുടർച്ചയാണെങ്കിലും 2 രാഷ്ട്രീയത്തിനാണ് ആളുകൾ വോട്ട് ചെയ്തത്. ഇപ്പോൾ 800 ബാർ കൊണ്ടുവന്ന ഗവൺമെൻറ്റിനെതിരായി തന്നെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. എന്താണ്, മദ്യം കൂട്ടിയാൽ മയക്കുമരുന്ന് കുറയുമെന്ന് പറഞ്ഞു. കുറഞ്ഞില്ല എന്നുള്ളത് നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ ഉപയോഗവും കൂടി, മദ്യത്തിൻ്റെ ഉപയോഗവും കൂടി. അപ്പോൾ മദ്യം വന്നുകൊണ്ട് മയക്കുമരുന്ന് കുറഞ്ഞൊന്നുമില്ല. അന്ന് ഇടതുപക്ഷം അങ്ങനെ ഒരു വാദം ഉന്നയിച്ചിരുന്നു, അതൊന്നും കുറഞ്ഞില്ല. മയക്കുമരുന്ന് കൂടുന്നുണ്ട്. ഇപ്പോൾ തൂഫാൻ വരുന്നുണ്ട്, ഞാൻ അതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. വിമുക്തി പോലെ തന്നെ തൂഫാനെ പിന്തുണയ്ക്കുന്ന ഒരാളാണ്. മയക്കുമരുന്ന് വളരെ ഗുരുതരമാണ്. ഇനി കഴിഞ്ഞ സർക്കാരിൻ്റെ തുടർച്ചയാണ് എന്ന് പറയുന്നതിൽ ഒരു പ്രശ്നമുള്ളത്, അത് അങ്ങനെ തുടർച്ചയാവാൻ പറ്റില്ലല്ലോ. ഏതെല്ലാം കാര്യത്തിൽ തുടർച്ചയാവാം. ഇപ്പോൾ നേരത്തെ വസന്ത് പറഞ്ഞ കാര്യം, കഴിഞ്ഞ സർക്കാർ പച്ചക്കറിയിൽ നിന്ന് മദ്യം ഉണ്ടാക്കാൻ തീരുമാനിച്ചിരുന്നു. ശരി, ഇപ്പം ഇവിടെ പഴം പച്ചക്കറിയിൽ നിന്നുള്ള മദ്യമാണോ എന്ന ഗോപൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. സ്പിരിറ്റിൽ നിന്നുണ്ടാക്കുന്ന മദ്യത്തിനാണ് ഈ പുതിയ നികുതി കൊടുത്തിട്ടുള്ളതെങ്കിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണെന്നത് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ ഗവൺമെൻറ് പഴം പച്ചക്കറിയുടെ എന്തിനാണ് പറഞ്ഞ് അന്ന് നികുതി ഘടന ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ നികുതി കൂട്ടിയെന്നൊന്നും പറയുന്നില്ല, അത് വേണമെങ്കിൽ വാദത്തിന് വേണ്ടി പറയാം. അന്ന് നികുതി വച്ചിട്ടില്ല. ആ മദ്യം വീര്യം കുറഞ്ഞ മദ്യമാണെങ്കിൽ ഒരു പക്ഷേ ബിയറിൻ്റെയും വൈനിൻ്റെ ഇടയിലുള്ള ഒരു റേറ്റ്, അങ്ങനെയാണല്ലോ വീര്യം നോക്കിയിട്ടാണല്ലോ നമ്മൾ ടാക്സ് വയ്ക്കണേ. അതിനും ഒരു തെറ്റുണ്ട്. യഥാർത്ഥത്തിൽ മദ്യത്തിൻ്റെ വില കുറയുമ്പോൾ അല്ലെങ്കിൽ മദ്യ ലഭ്യത കൂടുമ്പോൾ മദ്യ ഉപഭോഗം കൂടുമെന്ന് പറയേണ്ടതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിനൊരു തെളിവും ആവശ്യമില്ല. നമ്മുടെ സാധാരണ മനുഷ്യൻ്റെ ജീവിതം നമ്മൾ നോക്കിയാൽ മതി. പിന്നെ PM ശ്രീയുടെ കാര്യം പറഞ്ഞു, അത് തന്നെയാണ് PM ശ്രീയുടെ കാര്യത്തിലും പറയാനുള്ളത്. ഇപ്പോൾ എലപ്പുള്ളിയിൽ ബാർ കൊണ്ടുവരാൻ, അല്ല അവിടുത്തെ മറ്റേ ബിവറേജസ് കൊണ്ടുവരാൻ നടത്തിയ ശ്രമം, അത് ബിവറേജസിൻ്റെ മാത്രം പ്രശ്നമല്ല, അവിടുത്തെ പാരിസ്ഥിതികവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ബിവറേജസ് കൊണ്ടുവരാനുള്ളതിനെ വളരെ ശക്തമായി എതിർത്തവരാണ് നമ്മളൊക്കെ. ഒരുപാട് പേര് അതിനെ എതിർത്തു. UDF എന്ന് അതിനെ സപ്പോർട്ട് ചെയ്തു.
ചിലരൊക്കെ എതിർത്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ് അതിനനുകൂലിച്ചിട്ടുണ്ട് സമരത്തെ. അങ്ങനെയാണ് അതവിടെ വരാൻ കഴിയാതെ പോയത്. അതിന് പഞ്ചായത്ത് അനുമതി കൊടുക്കാതിരുന്നു. അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അവസാനം ഗവൺമെൻറ് തന്നെ ആ പ്രൊജക്റ്റ് ഡ്രോപ്പ് ചെയ്ത മാതിരി. ഇനി അറിയില്ല കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെയോ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തോ കഞ്ചിക്കോടോ വേറെ എവിടെയെങ്കിലും ബാറ് ഈ ഗവൺമെൻറ് അല്ല ഈ ബിവറേജ് കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു തെറ്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞ തുടർച്ച എന്ന് പറയുന്നത് അതിൽ ഏത് ഇടർച്ചയുണ്ടോ അത് മാറി തുടർച്ച വേണം എന്നുള്ളതാണ്. ഇപ്പം ഞാൻ എല്ലാം കഴിഞ്ഞ ഗവൺമെൻറ് കളഞ്ഞു ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം കഴിഞ്ഞ ഗവൺമെൻറ് നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തുടരണം, അതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. അതിനാണ് നിങ്ങൾക്ക് 102 സീറ്റ് തന്നത്. കേരള ജനത നിങ്ങൾക്ക് 102 സീറ്റ് തന്നത് ഇത് തിരുത്താൻ തന്നെയാണ്. കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്ത് തെറ്റ് തന്നെയായിരുന്നു, ഒരു സംശയമില്ല. 850 ബാറിലേക്ക് പോയത് ഗോവനത് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും, എനിക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. 100% ഞാൻ പറയുന്നു തെറ്റായിരുന്നു. വ്യാപകമായി ബാർ വരിക, ബിയർ പാർലർ വരിക, വൈൻ പാർലർ വരിക, അത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞ ആളുകൾ തന്നെയാണ് നമ്മൾ. അതുകൊണ്ട് ഇതും തെറ്റാന്ന് പറയണം. മാത്രമല്ല ഇതിലുള്ള ഒരു പ്രശ്നമുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് കൺട്രോൾഡ് അല്ലാതെ വിൽക്കാൻ കഴിയുന്നതാണ്. ബിവറേജസ് വഴിയല്ലാതെ വിൽക്കാൻ കഴിയുമെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. എനിക്കറിയില്ല. നമുക്ക് വിദേശങ്ങളിലൊക്കെ ഉള്ളതുപോലെ, പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളതുപോലെ വഴിയിൽ നിന്ന് നമുക്ക് ബിയർ വാങ്ങിച്ച് കുടിക്കുന്ന പോലെ ഇത് കിട്ടുമോ അതും അറിയില്ല. ഇതിന്റെ നിയന്ത്രണം ഞാൻ എന്റെ നിയമം നോക്കിയിട്ടില്ല. ഈ മദ്യം എങ്ങനെയാണ് UDFന്റെ മദ്യനയം വരാനിരിക്കുന്നതേ ഉള്ളൂ. ആ മദ്യനയം ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാമെന്നാണ്. അത് അതിലേറെ വിചിത്രമായ ഒരു ന്യായമാണ്. അതായത് വാതിലെല്ലാം തുറന്നിട്ട് കൊടുത്തിട്ട് ഇനി ഇതിലൂടെ കൊതു കയറുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാമെന്ന് പറയുന്നത് പോലെയാണ്. അല്ല, അത് മാത്രമല്ല, ഇതാണ് മദ്യനയത്തിന്റെ അടിസ്ഥാനമെങ്കിൽ ആ മദ്യനയം വളരെ അപകടകരമാണെന്ന് ഇപ്പൊ തന്നെ പറയേണ്ടി വരും. ഇതാണ് അതിന്റെ പ്രിക്കർസർ. നമ്മൾ പറയില്ലേ, ഒരു ട്രെയിലറാണ് ഇത്. ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടാലേ സിനിമയെ പറ്റി നമുക്കൊരു പിടി കിട്ടുമല്ലോ. ഇതാണ് ട്രെയിലർ എങ്കിൽ സിനിമ വളരെ അപകടം പിടിച്ചതാവും എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഇതിൽ കൃത്യമായി തന്നെ സ്പിരിറ്റഡ് മദ്യമാണെങ്കിൽ അതിന് ഇത്ര ഇപ്പോൾ ബിയറിന് വിസ്കിയേക്കാളും ബ്രാൻഡിയേക്കാളും കുറഞ്ഞ ടാക്സ് ഏർപ്പെടുത്തിയത് എന്തിനാ? വൈനെന്താ കുറച്ച് ഏർപ്പെടുത്തിയത്? അതിന് കാരണം അത് വീര്യം കുറഞ്ഞതാണ്. അപ്പോൾ വീര്യമനുസരിച്ച് നിങ്ങൾ കൃത്യമായി, ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ സർക്കാരിൻ്റെ വരുമാനം അഴിമതി, ഞാൻ ഈ അഴിമതിയെ പറ്റി ഞാൻ തർക്കിക്കാൻ തയ്യാറല്ല. കാരണം മദ്യം എന്ന് പറയുന്നത് തന്നെ ഒരു അഴിമതിയാണ്. പിന്നെ ഇപ്പോൾ അത് ഇയാൾ മേടിച്ചോ അയാൾ മേടിച്ചോ എന്ന് എനിക്കറിയില്ല, അറിയേണ്ട കാര്യമില്ല. കേരളത്തിൽ ബാറ് ഇപ്പം നമുക്കറിയാലോ, ഒരു ബാർ കോഴ എന്ന് പറഞ്ഞ് കേരളത്തിൽ വലിയ വിവാദം ഉണ്ടാക്കിയത് ഇടതുപക്ഷം. പക്ഷെ അവസാനം എന്ത് സംഭവിച്ചു? ഏറ്റവും കൂടുതൽ ബാറ് കൊടുത്തത് അവരാണ്. അപ്പോൾ അതൊന്നുമില്ല. അത് പിന്നെ ഇവർ വന്നാലും കൊടുക്കും. ഇവരിപ്പോൾ ഈ ബാറൊന്നും പൂട്ടാൻ പോകില്ല. ഉമ്മൻചാണ്ടി പൂട്ടിയമാതിരി ഇവർ ബാർ പൂട്ടും ഇല്ല. അതൊരു കാമധേനുവാണ് വേണു. മദ്യം ഒരു കാമധേനുവാണ് സർക്കാരിനും രാഷ്ട്രീയ പാർട്ടികൾക്കും. അത് ജനങ്ങൾക്ക് മാത്രമേ അതിൻ്റെ ദുരന്തമുള്ളൂ. ഇവിടെ കുട്ടികൾ പോലും ഈ മദ്യം വാങ്ങി കുടിക്കാനുള്ള സാധ്യതയുണ്ട്. കുട്ടികൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.